ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രീൻ പീസ് കറിയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കുക്കർ എടുക്കുക. അതിനുശേഷം അതിലോട്ട് എണ്ണ ഒഴിക്കുക, വെളിച്ചെണ്ണ. പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുക, ഇല്ലെങ്കിൽ പേസ്റ്റ് ആയാലും മതി. അതിനുശേഷം ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി വരുമ്പോൾ നമ്മൾക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർക്കണം. പിന്നെ ചേർക്കേണ്ടത് വലിയ ഉള്ളി അല്ലെങ്കിൽ സവാളയാണ് ചേർക്കേണ്ടത്. ഇത് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത്. ഇതും ചേർത്തിട്ട് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള നന്നായിട്ട് വഴറ്റി കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ചേർക്കുക, പിന്നെ മല്ലിപ്പൊടി ചേർക്കണം. അതിനുശേഷം മുളക് പൊടി, പെരുംജീരകത്തിൻ്റെ പൊടി, പിന്നെ സാധാരണ ചെറിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ ഗരം മസാല, കുരുമുളക് പൊടി, ഇത്രയും ചേർത്തതിന് ശേഷം ഒരു ചെറിയ തീയിൽ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഈ മസാലകളൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് പിന്നെ ചേർക്കേണ്ടത് തക്കാളിയാണ്. തക്കാളി ഒരു വലിയ സൈസ് തക്കാളി തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് സോഫ്റ്റ് ആവുന്ന വരെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് എടുത്തിട്ട് നമ്മൾ ഇതിലോട്ട് ഇടുകയാണ് ചെയ്യുന്നത്. ഇട്ടതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് ചേർക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തതിന് ശേഷം പിന്നെ വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ഗ്രീൻ പീസ് മുങ്ങിക്കിടക്കുന്ന അത്രയും വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളം ഒഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണ് ചെയ്യേണ്ടത്. 6 വിസിൽ വരുമ്പോഴത്തേക്കും തന്നെ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. പിന്നെ കുറച്ച് എക്സ്ട്രാ ആയിട്ട് വേവണം, നല്ല കുഴഞ്ഞ പോലെ അല്ലെങ്കിൽ കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് വേവണമെങ്കിൽ ഒരു 2 വിസിൽ കൂടുതൽ വെക്കാം, 7-8 വരെയും വെക്കാം. പിന്നെ ഇപ്പം ഞാൻ 6 വിസിൽ വെച്ചതിന് ശേഷം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ഗ്രീൻ പീസ് കറി കണ്ടോ, എളുപ്പത്തിൽ റെഡി ആയിട്ടുണ്ട്. ഇനി വെള്ളം ഇപ്പോൾ ഇത്തിരി കൂടുതലാണോ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ തിക്കായിട്ടുള്ള ഗ്രേവി വേണമെങ്കിൽ നമ്മൾ ഒന്നുകൂടെ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് വരട്ടിയെടുത്താൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.